ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഓട്ടം പോയിട്ടുണ്ട് കേട്ടോ. രേവതിയാണെങ്കിൽ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ സ്കൂട്ടി എടുത്തുകൊണ്ട് ഓർഡറുകളിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് രേവതിയും പോകുന്നുണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം രേവതിക്ക് വല്ലാത്തൊരു തലകറക്കമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ലക്ഷ്മിയമ്മയുടെ വീട് എത്തുമ്പോഴേക്കും രേവതി അവിടെ ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ. അമ്മ എനിക്ക് ഇച്ചിരി കുടിക്കാൻ വെള്ളം വേണം, എനിക്ക് എന്തോ പോലെ വരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവു അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി ചേച്ചി? എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു തലകറക്കാൻ പോലെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രേവതിയാണെങ്കിൽ അങ്ങ് ഛർദ്ദിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ ദേവുവിനും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ചേച്ചി എന്താ പറ്റിയേ? ചേച്ചി രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലല്ലേ? ഈ പൂവൊക്കെ വിറ്റാൽ മാത്രം മതി ചേച്ചി, ആഹാരമൊക്കെ കഴിക്കണ്ടേ? ഞാൻ സച്ചിയേട്ടനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയാണെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ വയറ്റിൽ പിടിക്കാത്തത്? എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അറിയില്ലമ്മേ, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കൊന്ന് കിടക്കണം എന്ന് പറയാണ്. അങ്ങനെ രേവതിയാണെങ്കിൽ ലക്ഷ്മിയമ്മ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ കിടത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ വീണ്ടും നമ്മുടെ രേവതിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മ മോളെ കുറച്ച് നാരങ്ങ വെള്ളം എടുത്തിക്കട്ടെ, ഞാൻ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്, ഇനി വല്ല ബിപിയും താന്നു പോയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതിക്ക് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ ദേവു പറയുന്നുണ്ട്, അതെ ഇതൊന്നും അല്ലമ്മേ, നാരങ്ങ വെള്ളം ഒന്നും കൊടുത്താൽ പോരാ, അതെ പച്ചമാങ്ങ എടുത്തോ അമ്മയുടെ മോക്ക് കൊടുക്കാനെന്ന് പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് രേവതി ഇങ്ങനെ ഭാമയെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ദേവുവിനോട് ചോദിക്കുന്നത്, എന്താടി പറയുന്നത്? നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ നീ ഒന്ന് രണ്ട് പെറ്റിട്ട് നിൽക്കുകയാണെന്ന്. അതെ, അതിന് ഈ കാര്യങ്ങളൊക്കെ അറിയാനേ പ്രസവിക്കണമെന്നൊന്നും ഇല്ലമ്മേ, ഈ ലക്ഷണങ്ങൾ കണ്ടറിയാം സച്ചിയേട്ടൻ പണി പറ്റിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ലക്ഷ്മിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആണോ മോളെ, മോക്ക് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, ആ അമ്മേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ സച്ചിയേട്ടനോട് ആരും പറയണ്ട, സച്ചിയേട്ടനോട് ഞാൻ തന്നെ സർപ്രൈസ് ആയിട്ട് പറയണമെന്ന് പറയാട്ടോ. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ വീണ്ടും നമ്മുടെ രേവതി ഛർദ്ദിക്കുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ എന്തായാലും സച്ചിയെ വിളിക്കാം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ ദേവു ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സച്ചി ഫോൺ എടുക്കുന്നുണ്ട്, ദേവുവിൻ്റെ കോളാണല്ലോ. അപ്പോൾ എന്താ ദേവു എന്ന് ചോദിക്കുമ്പോൾ അത് രേവതി ചേച്ചിക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ, പെട്ടെന്ന് വാ സച്ചിയേട്ടാന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്നതേ കസ്റ്റമർ ഇരിക്കുന്നെന്ന് പോലും ഓർക്കാതെ നമ്മുടെ സച്ചി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടിട്ട്, എന്താ രേവതിക്ക് എന്താ പറ്റിയേ? അയ്യോ എന്താന്ന് ഒന്നുമില്ല, ചെറിയൊരു ഛർദിൽ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് രേവതിയോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഭക്ഷണം കഴിക്കാതെ വെറുതെ പൂവിക്കാനെന്നും പറഞ്ഞിട്ട് കാലത്തിറങ്ങി പോലെന്ന്, വീട്ടിലുള്ള പണി മൊത്തം ചെയ്തിട്ട് അങ്ങ് ഇറങ്ങിക്കോളും. ഓക്കെ, എന്തെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക. അല്ല സച്ചിയേട്ടാ, എന്തായാലും ചേച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഞാൻ ഇതാ വരുന്നു എന്ന് പറയാണ്. അങ്ങനെ കസ്റ്റമറോട് പറയുന്നുണ്ട്, വൈഫിന് സുഖമില്ല, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് കസ്റ്റമറും പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അവിടെ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ വെപ്രാളം പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ രേവതിയാണെങ്കിൽ നന്നായിട്ട് അവശയായിട്ടുണ്ടാവും, ഛർദിലും ക്ഷീണവും ഒക്കെ ആയിട്ട്. അങ്ങനെ സച്ചി ഓടി വരുന്ന സമയത്ത് രേവതി ഇങ്ങനെ വല്ലാണ്ട് തളർന്ന് കിടക്കുകയാണല്ലോ. ഇത് കണ്ടിട്ട് സച്ചിക്ക് ആകെ വെപ്രാളമാവുന്നുണ്ട് കേട്ടോ. എന്താ രേവതി ഇത്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാം, പെട്ടെന്ന് കയറെന്ന് പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചിയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് രേവതിക്കൊരു കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ തന്നെ സച്ചിയാണെങ്കിൽ വെപ്രാളം പിടിക്കുന്നുണ്ട്. ഡോക്ടർ എൻ്റെ രേവതിക്ക് സുഖമില്ല, പെട്ടെന്ന് തന്നെ നോക്കണം എന്ന് പറയാണ്. അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കണം, നിങ്ങൾ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, രേവതിക്ക് സുഖമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയും ദേവു പറയുന്നുണ്ട്, സച്ചിയേട്ടാ ആ രോഗിയെ നോക്കിയിട്ട് ചേച്ചി നോക്കാന്നല്ലേ പറഞ്ഞ്, സച്ചിയേട്ടനൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ഇത് എന്തെങ്കിലും ഫുഡ് പോയിസണൊക്കെ ആയിരിക്കും എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചിക്ക് മാത്രം കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. സച്ചി ആകെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. രേവതിയോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ഭക്ഷണം കഴിക്കണമെന്നുള്ളത്, അതൊന്നും കേൾക്കില്ല.
ഇപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് ആരാ രേവതിയുള്ള എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ വരുമ്പോഴേക്കും ഡോക്ടർ രേവതിക്ക് എന്താണെന്നറിയില്ല, ഒന്ന് ഛർദിക്ക് തലകറങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, രേവതി ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് തന്നെയാണ് ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കണ്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും സച്ചി ഒന്ന് പുറത്തിരിക്കേ, ഞാൻ പേഷ്യൻറ്റിനെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ഡോക്ടറുടെ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലഡ് യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സച്ചിയെയും കൂടി വിളിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയെയും കൂടി ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, അതെ എന്തായാലും ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട്, ഡോക്ടർ സന്തോഷ വാർത്തയൊക്കെ പിന്നെ പറയാം, ഇപ്പം എന്താ രേവതിക്ക് പറ്റിയത്? അതെ, ഓ ഇനിയിപ്പോൾ ഫീസ് കിട്ടുമെന്ന് ഓർത്തിട്ടുള്ള സന്തോഷമായിരിക്കും അല്ലേ? ഏയ് അതൊന്നും അല്ലെന്നേ, പിന്നെ രേവതി ഛർദിച്ചത് എന്തായാലും സന്തോഷമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അതെ എന്താ ഡോക്ടർ, രേവതി ഛർദിച്ചത് സന്തോഷമാണെന്നോ? ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? ഇവളും ഭക്ഷണം ഒന്നും കഴിക്കില്ല, എന്തായാലും ഡോക്ടർ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം, മെഡിസിനൊക്കെ എഴുതണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ വിശപ്പൊഴിനുള്ള എന്തെങ്കിലും മെഡിസിനൊക്കെ എഴുതണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് രേവതി ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അതെ താങ്കളൊരു അച്ഛനാവാൻ പോകുന്നു പറയാണ് ഡോക്ടർ. ഇത് കേട്ട് സച്ചി പെട്ടെന്ന് തന്നെ അങ്ങ് ഷോക്ക് ആവാണ് കേട്ടോ. എന്തു പറയണമെന്ന് അറിയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ രേവതിയോട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും രേവതിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടർ താങ്ക്സ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, അതെ എനിക്കല്ല താങ്ക്സ് പറയേണ്ടത്, ഒരു കുട്ടിയെ തരാൻ പോകുന്നതേ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭാര്യയ്ക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞാൽ മതി. ഇതേ ഞാൻ കുറച്ച് മെഡിസിനൊക്കെ എഴുതി തരാം. പിന്നെ രേവതി ഭക്ഷണം എന്തായാലും നന്നായിട്ട് കഴിക്കണം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കണം, തന്നെയല്ല അത്യാവശ്യം റെസ്റ്റും എടുക്കണമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി എന്തായാലും രേവതിനെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ടൈമാണെന്ന് അറിയാമല്ലോ, നിങ്ങളുടെ കുഞ്ഞിനെ വരവേൽക്കാൻ നന്നായിട്ട് റിസ്ക് എടുക്കുന്നത് രേവതിയാണ്, അപ്പോൾ ആ കെയറിങ് ഫുള്ളും നമ്മുടെ രേവതിക്കാണ് കിട്ടേണ്ടതെന്ന് പറയാണ് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ എന്ന് പറയാണ്. അങ്ങനെ എന്നാൽ ശരി നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് വന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ സച്ചിൻ രേവതി അവിടുന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്കും ദേവുവിനും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അതെ ഇനിയൊരു ദേവു ഒരു ചെറിയമ്മ കൂടി ആകാൻ പോവാണെന്നൊക്കെ പറയാണ്. അങ്ങനെ ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ചന്ദ്രയാണെങ്കിൽ വിശന്നിട്ടാണെങ്കിൽ കിച്ചണിലൊക്കെ കയറി നോക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉച്ചക്കത്തേക്കിനുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും തിരിച്ചു വരാമെന്ന് കരുതിയാണ് രേവതി ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം എടുക്കുമെന്ന് പറയാണ്. അതെ ആ പൂക്കാരി നേരം വെളുത്ത് ഒരു സ്കൂട്ടി എടുത്തോണ്ടേ ഇറങ്ങിയതാ, അവളുടെ കെട്ടിയോ മേടിച്ചു കൊടുത്തല്ലേ, അവളുടെ വിചാരം എന്തോ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാനെന്നുള്ളതാ, മട്ടും പാവവും കണ്ടിട്ടേ അവൾ അതും എടുത്തോണ്ട് ഇറങ്ങിയതാ, ഇവിടെ മനുഷ്യനെ കഴിക്കാൻ ഒരു വക ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് രവിയേട്ടനും പറയുന്നുണ്ട്, ചന്ദ്രേ നീ എന്തേ ഈ പറയുന്നത്? രേവതി ഇവിടെ രാവിലെ എല്ലാവർക്കും കാപ്പി ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും കഴിപ്പിച്ചിട്ടുമല്ലേ രേവതി പൂ കൊടുക്കാനായിട്ട് പോയത്. ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു കുറച്ചേറെ ഓർഡർ ഉണ്ടെന്ന്, അതുകൊണ്ടായിരിക്കും രേവതി താമസിക്കുന്നത്. പിന്നെ രേവതി മാത്രമല്ലല്ലോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ളത്, നിങ്ങളും ചന്ദ്രയും വേറെ മറ്റു മരുമക്കളും ഉണ്ടല്ലോ, അവർക്കും ഉണ്ടാക്കാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത്, ഓ രേവതിയാണല്ലോ നിങ്ങളെല്ലാവരും വേലക്കാരിയാക്കി വെച്ചിരിക്കുന്നല്ലേ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ ശ്രുതിയും വർഷയൊക്കെ കൈ നിറയെ കാശ് സമ്പാദിക്കുന്നുണ്ട്, അവരുടെ ജോലിയും ചെയ്യുന്നുണ്ട്, എന്താ രേവതി സമ്പാദിക്കുന്നത് നിനക്കങ്ങോട്ട് കണ്ണിൽ പിടിക്കുന്നില്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ പൂക്കാരിക്ക് കിട്ടുന്നത് 5 or 10 ആണ്, അവരെ പോലെയാണോ ശ്രുതിയും വർഷയ്ക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്യാനൊന്നും ആയിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മുടെ രവിയേട്ടന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രൻ നീ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടോ? അതെ രേവതി വരുന്നതിന് മുമ്പ് നീയല്ലേ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇപ്പൊ പിന്നെ നിനക്ക് എന്താ? അതെ ഞാൻ എന്തേലും ഓർഡർ ചെയ്യാം, ഇപ്പൊ തന്നെ വരുമെന്ന് പറയണം. വേണ്ട എനിക്ക് എന്തെങ്കിലും ഒരു ചെറുതെ വിശപ്പിന് ഉണ്ടാക്കി കഴിക്കാനായിട്ട് എനിക്കിപ്പോൾ വലിയ മടിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ ഇങ്ങനെ അടുക്കളയിലേക്ക് കയറി പോവാണ് കേട്ടോ.
കേട്ടോ. എന്നാൽ രവിയേട്ടൻ പോകുന്ന കണ്ടിട്ട് ചന്ദ്രയ്ക്ക് അവിടെ നിൽക്കാനും വയ്യല്ലോ. അങ്ങനെ ചന്ദ്രയും ദേഷ്യപ്പെട്ട് രേവതിയെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് പുറപ്പെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഈ സമയമാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി അവിടേക്ക് വരുന്നത്. ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ട് അച്ഛാന്ന് വിളിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് സച്ചി വരുന്നത്. ഇത് രണ്ടുപേരും കൂടി വരുന്ന കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഓ രണ്ടുപേരും കൂടി ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? എടി ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടാണോ നീ പോയത്? ദേ അച്ഛനും വിശക്കുന്നെന്ന്, എന്നിട്ട് ഇവിടെ എല്ലാവരും പട്ടിണി കിടന്നോട്ടെ എന്ന് ഓർത്തിട്ട് രണ്ടുപേരും പോയി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നതല്ലെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒരു സന്തോഷ നിമിഷമാണല്ലോ. സച്ചി ഇതൊന്നും കേട്ട മെട്ടും നടിക്കുന്നില്ല. അങ്ങനെ അച്ഛാ അമ്മ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവാണെന്ന് പറയാണ്. ഓ എന്താ നിന്റെ പൂക്കാരിക്ക് ഇന്ന് കൂടുതൽ പൂ വിറ്റ് കാണും, കുറച്ച് പൈസ കിട്ടി കാണും, അതായിരിക്കും ലഡുന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അതൊന്നുമല്ല അച്ഛാ, ഇങ്ങോട്ടേക്ക് വാ, ഒരു സന്തോഷ വാർത്ത പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം രവിയേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാണ് കേട്ടോ നമ്മുടെ സച്ചി. എന്താടാ എന്താ ഇത്ര സന്തോഷം, നീ കാര്യം പറ. അതേ അച്ഛനൊരു അപ്പൂപ്പനാവാൻ പോവാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ വളരെ നാണത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. രേവതിയോട് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, ആണോ മോളെ, എന്താ? അതേ അച്ഛാന്ന് ഇങ്ങനെ പറയാണ്. അതേ അച്ഛാ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഇപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ടാണ് എന്നോട് ഒരു അച്ഛനാവാൻ പോവാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അമ്മ ഇനി ഒരുങ്ങിക്കോ, ഒരു തൊട്ടിലൊക്കെ കെട്ടി വെച്ചോന്ന് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന ചന്ദ്രമതി ആകെ ഷോക്കായി പോവാണ് കേട്ടോ. കാരണം ഭയങ്കര ദേഷ്യമാവുകയാണ് നമ്മുടെ ചന്ദ്രമതിക്ക്. കാരണം നമ്മുടെ ശ്രുതിക്ക് ആദ്യം കൊച്ചുണ്ടാവും. കാരണം നമ്മുടെ അച്ഛമ്മ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഈ വീട്ടിൽ ആദ്യം ഉണ്ടാവുന്ന പേരക്കുട്ടികൾ ആർക്കാണോ അവർക്കായിരിക്കും അച്ഛമ്മയുടെ സ്വത്ത് മുഴുവൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അത് നേരത്തെ നമ്മുടെ ചന്ദ്രമതി മനസ്സിൽ കരുതിയേക്കുന്നത് ശ്രുതിക്കാണ് കേട്ടോ. അവർക്കായിരിക്കും ആദ്യം പേരക്കുട്ടി ഉണ്ടാവുക, അവർക്ക് തന്നെ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലേക്കാണ് നമ്മുടെ ചന്ദ്രമതി കരുതിയിരുന്നത്. എന്നാൽ ഈ വാർത്ത കേൾക്കുന്നതേ ചന്ദ്രമതിക്ക് ആകെ ദേഷ്യമാണ് വരുന്നത് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ രവിയേട്ടൻ ഇങ്ങനെ, എന്താ ചന്ദ്രേ നിനക്കൊരു സന്തോഷമില്ലാത്തത്, നിനക്കൊരു പേരക്കുട്ടി വരാൻ പോവാണെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. ഒന്നുമില്ല, പിന്നെ അതൊന്നും ആയിരിക്കില്ല, എന്തായാലും ശ്രുതിയോ വർഷയ്ക്കോ ആയിരിക്കും ഇവിടെ ആദ്യം കുഞ്ഞുണ്ടാവുന്നത്, ഇവർക്ക് വല്ല ഫുഡ് പോയിസണോ ആയിരിക്കും, ഇവൻ ഛർദ്ദിച്ചെന്നല്ലേ പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ രവിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ ചന്ദ്ര ഇത്, ഇവര് സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വായടച്ച് മിണ്ടാൻ നിൽക്കുന്നുണ്ട് ചന്ദ്രമതി. ഈ സമയം നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്താ സച്ചിയേട്ടാ, ഇന്ന് ഓട്ടോ ഇല്ലായിരുന്നല്ലോ? അതെ നീ ഇങ്ങോട്ടേക്ക് വാ, ഈ ലഡു എടുത്തോന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ് കേട്ടോ. വർഷേ നീയും എടുക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി നീട്ടുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് സച്ചി പോയിട്ട് പറയുന്നുണ്ട്, അതെ ശ്രീകാന്ത് നീയൊരു ചെറിയച്ഛനാവാൻ പോവാണെന്ന്. ഇത് പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ ശ്രീകാന്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വർഷയെ ഓടി വന്നിട്ട് രേവതിനെ കെട്ടിപ്പിടിച്ചിട്ട്, ആണോ രേവതി ചേച്ചി, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഇങ്ങനെ രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, നമ്മുടെ ചന്ദ്രമതിക്ക് ഒഴികെ. അങ്ങനെ ശ്രുതിയൊന്നും ഈ സമയം അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ആ ലഡുവും കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ആ ലഡു ആണെങ്കിൽ അവിടെ നിന്ന് വയലിൽ കഴിക്കുക പോലും ചെയ്യാതെ പൊടിച്ച് ഞെക്കി അവിടെ നിന്ന് പൊടിച്ച് അവിടെ കളയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴേക്കും രവിയേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് നിന്റെ അമ്മയ്ക്ക് അത്ര പിടിച്ചിട്ടില്ലെന്നാ തോന്നുന്നു. ഇതേ അമ്മയുടെ സ്വത്ത് മുഴുവനെ ഇനി നിനക്ക് വന്നു ചേരുമല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് ഒരു സ്വത്തും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, എനിക്കും എൻ്റെ രേവതിക്കും. ഇപ്പോൾ അച്ഛന് ഒരു പേരക്കുട്ടിയാണ് വരാൻ പോകുന്നത്, അത് മോളായാലും മോനായാലും ഞങ്ങൾ ദൈവം തന്നതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും, പിന്നെ സ്വത്തൊന്നും മോഹിച്ചിട്ടല്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് രവിയേട്ടനും പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയില്ലേടാ, നിന്നെ എന്തായാലും അമ്മ പറഞ്ഞിട്ടുള്ളതുപോലെ അമ്മ തന്നെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറയാണ്. എന്നാൽ ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യത്തിൽ എന്നിട്ട് ഇങ്ങനെ ചന്ദ്രമതിക്ക് ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ ദേഷ്യത്തോട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി നീ എവിടെയാ? ആൻറ്റി ഞാൻ പാർലറിലാ. എന്താ ആൻറ്റി? അതെ നീയൊക്കെ ഇങ്ങനെ നടന്നോ? ഇതേ ഇനിയിപ്പോൾ അമ്മയുടെ സ്വത്ത് മുഴുവൻ രേവതിക്കും സജിക്കുമോ വന്നു ചേരാൻ പോകുന്നത്. എന്താ അമ്മ എന്തായി ആൻറ്റി എന്തായി പറയുന്നത്? അതെ അവളിപ്പോൾ ഗർഭിണിയാണെന്ന്. നീയൊക്കെ ഒരു കഴുകത്തും ഇല്ലാതെ ഇങ്ങനെ നടന്നോ? നിന്നോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞതാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അവള് ഗർഭിണിയാണോ? അതെ
അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആൻറ്റി ഇപ്പോൾ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവൾ പ്രഗ്നൻ്റ് ആയതിന് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കണം. അതെ, നീയൊക്കെ തന്നെ ചെയ്തത്, നിന്നോടൊക്കെ പറഞ്ഞതല്ലേ. ഇനിയിപ്പോൾ അമ്മയുടെ സ്വത്തും കൂടിയാ അവർ കൊണ്ടുപോയിക്കോളും, നീയൊക്കെ ഇങ്ങനെ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് തന്നെ ചന്ദ്രമതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ പിന്നീടായിട്ട് രേവതിയുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമല്ലോ, അവൾക്ക് കഠിനമായിട്ടുള്ള ജോലികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരികയാണ്. ഇങ്ങനെ എന്തായാലും സുധിയുടെ കുഞ്ഞായിരിക്കണം ഈ വീട്ടിൽ ആദ്യം ഉണ്ടാവേണ്ടത്. ആ പൂക്കാരിക്ക് എന്തായാലും അമ്മയുടെ സ്വത്തിൽ നിന്ന് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയെ എങ്ങനെയെങ്കിലും അധികമായിട്ട് റെസ്റ്റ് കൊടുക്കാതെ ഈ വയ്യാഴികയൊക്കെ അഭിനയിച്ചുകൊണ്ട് തന്നെ രേവതിയെ കൊണ്ട് അധികമായിട്ട് പണിയൊക്കെ എടുപ്പിക്കാനുള്ള പ്ലാനുകളൊക്കെ നമ്മുടെ രേവതിയുടെ ചന്ദ്രമതിയുടെ മനസ്സിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.